ശരിയാ, നമുക്കൊന്നും അധികം അറിയാത്തത്, നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു ഫ്രീഡം ഫൈറ്റർ / ഓൺട്രപ്രനർ ഉണ്ട്. ബിസിനസ്സുകാരനായിട്ടുള്ള ഫ്രീഡം ഫൈറ്റർ. അതാണ് പുള്ളി ഒരു ആന്ധ്രക്കാരനാണ്. കാശി നാഥുരി നാഗേശ്വര റാവു എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി എന്താ ഫൗണ്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാമാണ്. എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റും? ടൈഗർ ബാം ആണ്, അല്ലെങ്കിൽ അമൃതാഞ്ചൻ. ടൈഗർ ബാം ഇന്ത്യൻ അല്ല, അമൃതാഞ്ചനാണ്. അമൃതാഞ്ചന് ഒരു 131 വർഷം പഴക്കമുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? നമ്മളെ ഫൗണ്ടർ കൊൽക്കത്തയിൽ അപ്പോത്തിക്കരേറ്റ് ജോലി ചെയ്യുന്ന സമയത്താണ് ഈ ചെടികളിൽ നിന്നൊക്കെ അതിൻ്റെ നീരൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ബാം സ്വന്തമായിട്ട് ക്യൂറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതിന് ചെറിയൊരു മാർക്കറ്റ് ഉണ്ടാവുമെന്ന് കരുതി ബോംബെയിൽ വന്നിരുന്നത് മാർക്കറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആൾക്കാർ കൂടുന്നിടത്ത് ചെറിയ ബോട്ടിലൊക്കെ വെച്ച് അങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. അന്ന് കുറച്ചൊക്കെ ഇത് വിറ്റുപോയി. അമൃതാഞ്ചനൊന്നും ആരും അറിയില്ല കേട്ടോ. കുറച്ച് പേർക്കൊക്കെ ഇത് റിസൾട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളെ ഫൗണ്ടറിനെ അപ്രോച്ച് ചെയ്യുകയും അങ്ങനെ ഇതിൻ്റെ ഡിമാൻഡ് കൂടുകയും ചെയ്തു. അങ്ങനെയാണ് അമൃതാഞ്ചൻ എന്നുള്ളൊരു പേരിലേക്കും അതിന് സ്വന്തമായിട്ട് ഒരു ഫാക്ടറി ഒക്കെ പുള്ളി ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സൗത്ത് ഇന്ത്യയിലേക്ക് പുള്ളി മൂവ് ചെയ്യുക, അവിടെ അത് വമ്പൻ ഹിറ്റായിട്ട് മാറുകയും ചെയ്യാം. റെസ്റ്റ് ഇസ് ഹിസ്റ്ററി മാൻ.